IPL മുൻ ചെയർമാൻ ലളിത് മോദിക്ക് നൽകിയ പാസ്പോർട്ട് വനുവാട്ടു റദ്ദാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നയാളാണ് ലളിത് മോദി. പൗരത്വ അപേക്ഷ പരിഗണിക്കുന്നതിനിടെ നടത്തിയ ഇന്റർപോൾ സ്ക്രീനിംഗുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉയർന്ന പരിശോധനകളിലും ലളിത് മോദിക്കെതിരെ ക്രിമിനൽ കുറ്റം തെളിഞ്ഞിട്ടില്ലെങ്കിലും മുന്നറിയിപ്പ് നൽകണമെന്ന ഇന്ത്യൻ അധികൃതരുടെ അഭ്യർത്ഥനകളിൽ തെളിവുകളുടെ അഭാവം കാരണം ഇന്റർപോൾ 2 തവണ അക്കാര്യം നിരസിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇന്ത്യൻ സർക്കാർ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് ലളിത് മോദിയുടെ പൗരത്വ അപേക്ഷ സ്വയമേവ നിരസിച്ചു. വനുവാട്ടു പ്രധാനമന്ത്രി ജോസം നബാത്ത് തിങ്കളാഴ്ച നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യായമായ കാരണങ്ങൾ വ്യക്തമാക്കി വനുവാട്ടുവിന്റെ പാസ്പോർട്ട് തേടണമെന്ന് നബാത്ത് കൂട്ടിച്ചേർത്തു. വനുവാട്ടുവിന്റെ പൗരത്വം നേടിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ലളിത് മോദി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ തന്റെ ഇന്ത്യൻ പാസ്പോർട്ട് സമർപ്പിക്കുന്നതിന് അപേക്ഷ നൽകിയിരുന്നു. വനുവാട്ടുവിന്റെ പൗരത്വം ലളിത് മോദിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും മുൻപ് അയാളെ കൈമാറുന്നത് ഇന്ത്യ ഉറപ്പാക്കണമായിരുന്നു. ലളിത് മോദിക്ക് മുൻപ് വജ്ര വ്യവസായി നീരവ് മോദിയുടെ പൗരത്വ അപേക്ഷയും വനുവാട്ടു നിരസിച്ചിരുന്നു. പൗരത്വം നൽകുന്നതിന് വനുവാട്ടുവിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്? പാസ്പോർട്ട് അപേക്ഷ നൽകുമ്പോൾ അടുത്തിടെ വനുവാട്ടു പരിശോധന കർശനമാക്കിയത് എന്തുകൊണ്ട്? ആദ്യം നീരവ് മോദിക്ക് സംഭവിച്ചതെന്ത്? തിരികെ നൽകാത്ത സംഭാവനയോ നിക്ഷേപമോ സ്വീകരിച്ച് സിറ്റിസൺഷിപ്പ് ബൈ ഇൻവെസ്റ്റ്മെന്റ് CBI പ്രോഗ്രാമിലൂടെ വനുവാട്ടു ആളുകൾക്ക് പൗരത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇമിഗ്രേഷൻ പ്ലാൻ CIIP പ്രകാരം ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നതിനാവശ്യമായ തുക 1,30,00,000 വനുവാട്ടുവിന്റെ പൗരത്വം നേടുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,600 കോടി രൂപ വായ്പ എടുത്ത ശേഷം രാജ്യം വിട്ട നീരവ് മോദി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് 3 മാസം മുൻപേ വനുവാട്ടുവിലെ പൗരത്വം നേടാൻ ശ്രമിച്ചിരുന്നു. വനുവാട്ടു സർക്കാരിന്റെ 18 അംഗീകൃത ഏജന്റുമാരിൽ ഒരാൾക്ക് 2017 നവംബറിൽ നീരവ് മോദി തന്റെ സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് $1,95,000 കൈമാറിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് FIU നടത്തിയ പരിശോധനയിൽ പൗരത്വ അപേക്ഷ നിരസിക്കുന്നതിനുള്ള ഘടകങ്ങൾ കണ്ടെത്തി. തുടർന്ന് സർക്കാർ നീരവ് മോദിയുടെ അപേക്ഷ പരിഗണിച്ചില്ല. മോദിയുടെ അപേക്ഷ പരിഗണിച്ച വനുവാട്ടു ആസ്ഥാനമായുള്ള നിയമസ്ഥാപനമായ ഇൻഡിജിൽ ലോയേഴ്സിന്റെ മാനേജിംഗ് പാർട്ണർ ജസ്റ്റിൻ എൻഗ്വൽ ഇങ്ങനെയാണ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത്. അടുത്തത്, വനുവാട്ടു പൗരത്വ പരിപാടിയുടെ പരിശോധനാ നടപടി കർശനമാക്കിയത് എന്തുകൊണ്ട്? കഴിഞ്ഞ 4 വർഷത്തിനിടെ പൗരത്വം നൽകുന്ന സർക്കാർ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ലഭിക്കുന്ന അപേക്ഷയിൽ പരിശോധന നടത്തുമ്പോൾ പരാജയപ്പെടുന്നവയുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടപ്പാക്കിയ പുതുക്കിയ പ്രക്രിയയിൽ ഇന്റർപോൾ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ട്രിപ്പിൾ ഏജൻസി പരിശോധനകളും ഉൾപ്പെടുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പണം നൽകി പൗരത്വം നേടുന്ന പദ്ധതികൾ കുറ്റവാളികൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാനും അവരുടെ മാതൃരാജ്യങ്ങളിൽ നിന്നുള്ള നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നതായി ആശങ്കകളുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ പൗരത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനുവാട്ടുവുമായുള്ള വിസ ഇല്ലാതെയുള്ള, അതായത് വിസ ഫ്രീ യാത്രാ കരാർ റദ്ദാക്കിയിരുന്നു. വനുവാട്ടുവിന്റെ നിക്ഷേപ പൗരത്വ പദ്ധതി യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷയ്ക്കും അവിടുത്തെ കുടിയേറ്റക്കാർക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് യൂറോപ്യൻ യൂണിയൻ കരാർ റദ്ദാക്കിയത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിലെ നീരവ് മോദിയുടെ കൂട്ടുപ്രതിയും അമ്മാവനുമായ മെഹുൽ ചോക്സി ഒരു നിക്ഷേപ പരിപാടിയിലൂടെ ആന്റിഗ്വ ആൻഡ് ബാർബുഡയുടെ പൗരത്വം നേടിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയിലേക്ക് കൈമാറുന്നത് ഒഴിവാക്കാൻ ചോക്സി നിയമ പോരാട്ടം നടത്തി വരികയാണ്. ഇത്തരം നിക്ഷേപ പരിപാടികളിലൂടെ പൗരത്വം നേടി അത് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആഗോള പണമിടപാട് നിരീക്ഷണ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം പദ്ധതികൾ കുറ്റവാളികൾക്ക് ആഗോളതലത്തിൽ നീങ്ങുന്നതിന് സഹായകമാകുമെന്നും മറ്റ് അധികാരപരിധിയിലുള്ള കടലാസ കമ്പനികൾക്ക് പിന്നിൽ അവരുടെ ഐഡന്റിറ്റിയും ക്രിമിനൽ പ്രവർത്തനങ്ങളും മറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ലളിത് മോദിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്ത്? IPL മുൻ ചെയർമാനും അതിന്റെ മുഖ്യ ശില്പിയുമാണ് ലളിത് മോദി. വിദേശ നാണ്യ ലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണ ഏജൻസികൾ മോദിക്കെതിരെ അന്വേഷണം നടത്തി വരുന്നുണ്ട്. കൂടാതെ 2009 IPLനായി വേൾഡ് സ്പോർട്സ് ഗ്രൂപ്പുമായി 425 കോടി രൂപയുടെ ടെലിവിഷൻ അവകാശ ഇടപാട് നടത്തിയെന്ന ആരോപണവും നിലനിൽക്കുന്നു. വിദേശ നാണ്യ ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ മുംബൈയിൽ വെച്ച് ആദായ നികുതി ED ഉദ്യോഗസ്ഥർ മോദിയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 2010 ഇയാൾ UK കടന്നുകളഞ്ഞു. 2010 IPL ഫൈനലിന് തൊട്ടു പിന്നാലെ പൂനെ, കൊച്ചി തുടങ്ങിയ ഫ്രാഞ്ചൈസികളുമായി നടത്തിയ കരാറിൽ മോശം പെരുമാറ്റം, അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവ ആരോപിച്ച് മോദിയെ BCCIയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു.
BCCI മോദിക്കെതിരെ അന്വേഷണം നടത്തുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ലളിത് മോദിക്ക് BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്.